ഈ നേച്ചറിലുള്ള മൂവ്മെൻറ്റ്സിനെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മോഷനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് 1 dimensional motion, second one is 2 dimensional motion, third one is 3 dimensional motion. 1 dimensional motion എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. മോഷനിനെ അതായത് റെക്റ്റിലീനിയർ മോഷൻ. ഇനി മോഷൻ 2 dimensional മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനിനെ പ്ലെയിൻ, അതായത് ഒരു ബോഡി ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബോർഡിൽ ഞാനൊരു പോയിൻ്റ് ഇട്ടാൽ ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 2 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. അതേപോലെ ഒരു ബുക്കിന് അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ പുറത്ത് ഞാനൊരു ബോൾ വെക്കുകയാണെങ്കിൽ ആ ബോളിൻ്റെ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ 2 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ആ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 2 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് മോഷൻ പറയുന്ന പേരാണ് 2 dimensional മോഷൻ. ഇനി നെക്സ്റ്റ് വൺ 3 dimensional മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ മൂവ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് മോഷനിനെ സ്പേസ്, ഒരു എയ്റോപ്ലെയിൻ്റെ മോഷൻ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. അതിനെയാണ് 3 dimensional മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് മോഷനിനെ പ്ലെയിൻ, അതായത് 2 dimensional മോഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻറ്റു 2 categories. They are scalar quantities and vector quantities. Scalar quantities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ quantities which are completely specified by their magnitude only. ഇനി അതിന് എക്സാമ്പിൾസ് ലെങ്ത്ത്, മാസ്, വോളിയം, സ്പീഡ്, അങ്ങനെ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ഇമ്പൾസ്, എക്സെട്ര. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു വെക്റ്ററിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്റ്റർ. ഒരു വെക്റ്ററിന് 2 തിങ്സ് ഉണ്ട് അല്ലേ. നമുക്കറിയാം ഒരു വെക്റ്ററിന് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെങ്ത് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് നമ്മൾ ഈ വെക്റ്ററിനെ ഫിഗറിലേക്ക് നോക്കിക്കേ, ഈ വെക്റ്ററിനെ AB എന്ന് പറയുന്ന ആ ലെങ്ത് ആണ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി അതിൻ്റെ ആരോ ഹെഡ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈനിൽ കാണുന്ന ആരോ ഹെഡാണ് അതിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്: മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെങ്ത് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ലെങ്ത് ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ആരോ ഹെഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈനിൽ അറ്റത്ത് കാണുന്ന ഹെഡ്, അതായത് ആരോ മാർക്ക്, അതിനാണ് ഹെഡ് എന്ന് പറയുക. ആ ഹെഡ് ഓഫ് ദ ലൈൻ റെപ്രസെൻറ്റ് ദി ഡയറക്ഷൻ. അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്ന ഒരു വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വെക്റ്റർ പി ഇങ്ങനെയാണ് എഴുതുക. ഫിഗറിൽ നോക്കുക, വെക്റ്റർ പി എന്നാണ് നമ്മൾ എഴുതുക. നെക്സ്റ്റ് നമുക്ക് പലതരത്തിലുള്ള വെക്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്, അതായത് പല തരത്തിൽ നമുക്ക് വെക്റ്റേഴ്സ് ആവശ്യമുണ്ട്. ആ വെക്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിലേക്ക് നോക്കിക്കേ, XY 2 ആക്സിസ് വരച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടോ? ആ പി എന്ന് പറയുന്നതാണ് ഒരു ബോഡിയുടെ പൊസിഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒറിജിൻ Oയിൽ നിന്ന് പിയിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഇവിടുത്തെ പൊസിഷൻ വെക്റ്റർ. എ വെക്റ്റർ ഡ്രോൺ ഫ്രം ദി ഒറിജിൻ ടു ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് പൊസിഷൻ വെക്റ്റർ. പൊസിഷനിൽ നിന്ന് ആ വെക്റ്ററിൻ്റെ പൊസിഷൻ, അതായത് ഏതാണ് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഇവിടെ പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഇവിടെ പൊസിഷൻ വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുക OP ഈസ് ഈക്വൽ ടു വെക്റ്റർ R. നെക്സ്റ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഈസ് എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് ഫ്രം ഇനീഷ്യൽ ടു ദി ഫൈനൽ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. അതായത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതായത് ലൈൻ സെഗ്മെൻറ്റിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുക. ഇനി ഫിഗറിലേക്ക് നോക്കിക്കേ, X ആക്സിസ്, Y ആക്സിസ്. ഇവിടെ ഒരു ടൈമിലെ പൊസിഷൻ P ആണ്,
അടുത്ത ടൈമിലെ പൊസിഷൻ P1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ Pയും P1ഉം തമ്മിലുള്ള ലൈൻ സെഗ്മെൻറ്റ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുക. അടുത്തത് ഈക്വൽ വെക്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സിന് എപ്പോഴാണ് ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ two vectors are said to be equal vectors if they have equal magnitudes and equal direction. രണ്ട് വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയാൽ ആ രണ്ട് വെക്റ്റേഴ്സും ഈക്വൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫിഗറിൽ രണ്ട് വെക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഇവിടെ ലെങ്ത് ഓഫ് ദ ലൈൻ, അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ ഹിയർ എ ആൻഡ് ബി ആർ ഈക്വൽ വെക്റ്റേഴ്സ്. അപ്പോൾ ഈക്വൽ വെക്റ്റേഴ്സിന് നമ്മൾ രണ്ട് എക്സാമ്പിൾസ് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ടു ബോയ്സ് റണ്ണിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് രണ്ട് ബോയ്സ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്, അവർ ഒരേ ഒരു ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യണമെങ്കിൽ, അതായത് അതിൻ്റെ സ്പീഡ് ഈക്വൽ ആണെങ്കിൽ രണ്ടും ഈക്വൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാം. ഇനി അടുത്ത എക്സാമ്പിൾ, വെലോസിറ്റീസ് ഓഫ് ടു കാർസ് മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. രണ്ട് കാറ് ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റീസ് എന്ന് പറയുന്നത് ഈക്വൽ വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ട് ഈക്വൽ വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആയിരിക്കും. ആംഗിൾ ബിറ്റ്വീൻ ടു ഈക്വൽ വെക്റ്റേഴ്സ് ഇസ് 0 ഡിഗ്രി. അടുത്തത് നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ടു വെക്റ്റേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ബട്ട് ഡ്രോൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആർ സെഡ് ടു ബി നെഗറ്റീവ് വെക്റ്റേഴ്സ്. ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്റ്റേഴ്സ്, അതിൻ്റെ ഡയറക്ഷൻ മാത്രം ഈക്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ദേ ആർ സെഡ് ടു ബി നെഗറ്റീവ് വെക്റ്റേഴ്സ്. ഇവിടെ എ എന്ന് പറയുന്നത് വെക്റ്റർ റൈറ്റ് സൈഡിലേക്കാണ് ആരോ മാർക്ക്, ബി എന്ന് പറയുന്ന വെക്റ്റർ ലെഫ്റ്റ് സൈഡിലേക്കാണ്, അതായത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു മൈനസ് വെക്റ്റർ ബി. അപ്പോൾ എ വെക്റ്ററും ബി വെക്റ്ററും എന്ന് പറയുന്നത് നെഗറ്റീവ് വെക്റ്റേഴ്സാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ടു ബോയ്സ് റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആൻഡ് കവർ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് ഒരേ സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് ബോയ്സ്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എയും ബിയും അവിടെ രണ്ടും നെഗറ്റീവ് വെക്റ്റേഴ്സാണ്. അതേപോലെ ടു കാർസ് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വിത്ത് സെയിം സ്പീഡ്, അത് രണ്ടുമാണ് എക്സാമ്പിൾസ് പറയുക. ഇനി ആംഗിൾ ബിറ്റ്വീൻ നെഗറ്റീവ് വെക്റ്റേഴ്സ് ഇസ് 180 ഡിഗ്രി. 180 ഡിഗ്രിയാണ് അത് തമ്മിലുള്ള ആംഗിൾ. നെക്സ്റ്റ് ഇസ് കോലീനിയർ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റേഴ്സ് ഹാവിങ് ഈക്വൽ ഓർ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ബട്ട് ഡ്രോൺ ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് വെക്റ്റേഴ്സിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഈക്വൽ ആവാം, അൺഈക്വൽ ആവാം. ഈക്വൽ വെക്റ്റർ ഈക്വൽ ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ആവാം, അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ഉള്ള രണ്ട് വെക്റ്റേഴ്സ് സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ദേ ആർ സെഡ് ടു ബി കോലീനിയർ വെക്റ്റേഴ്സ്. അത് പാരലൽ വെക്റ്റേഴ്സ് ആവാം. ഇത് കണ്ടോ, രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ഡിഫറെൻ്റ് ആവാം, പക്ഷെ അത് ആക്ട് ചെയ്യുന്ന ഒരേ ലൈനിലാവണം എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ കോലീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ, ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓഫ് ടു ബോയ്സ് റണ്ണിങ് വൺ ആഫ്റ്റർ ദി അതർ ഇൻ ദ സെയിം ഡയറക്ഷൻ ബട്ട് മേ ഓർ മേ നോട്ട് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നേ അർത്ഥമുള്ളൂ. മൂവ് ചെയ്യുന്ന രണ്ട് ബോയ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് കൺസിഡർ ചെയ്താൽ അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓടുകയാണ്. ഒന്നിൻ്റെ സ്പീഡ് ഈക്വൽ ആവാം, അൺഈക്വൽ ആവാം. അപ്പോൾ അത് രണ്ടും കോലീനിയർ വെക്റ്റേഴ്സാണ്. ഹിയർ ആംഗിൾ ബിറ്റ്വീൻ ടു കോലീനിയർ വെക്റ്റേഴ്സ് 0 ഡിഗ്രി. ആംഗിൾ രണ്ട് വെക്റ്റേഴ്സും തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. നെക്സ്റ്റ് ഇസ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് ഹാവിങ് കോമൺ ഇനീഷ്യൽ പോയിൻ്റ് ഇതിനെയാണ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ABCD 4 വെക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കിയേ, എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിൽ നിന്ന്, അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് സെയിം ആണ്. സോ ദേ ആർ കോൾഡ് ആസ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്. എക്സാമ്പിൾ,
ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓഫ് ടു ബോൾസ് ആഫ്റ്റർ ദേ സ്ട്രൈക്ക് ഈച്ച് അതർ. രണ്ട് ബോളുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ അതൊരു ഒരേ പോയിന്റിൽ നിന്ന് പല ഡയറക്ഷനിലേക്ക് പോകുന്നു. അതാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് യൂണിറ്റ് വെക്ടർ. എ വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഹൂസ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഗിവൺ വെക്ടർ ഈസ് കോൾഡ് എ യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ആയിരിക്കും. അതായത് യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1, മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ആൻഡ് ഹൂസ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഗിവൺ വെക്ടർ. ഗിവൺ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും അത് ആക്ട് ചെയ്യുക, പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. എ യൂണിറ്റ് വെക്ടർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ഗിവൺ വെക്ടർ. അപ്പോൾ ഇവിടെ നമ്മളൊരു വെക്ടർ എ കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ വെക്ടർ എനെ നമുക്ക് രണ്ടായിട്ട് എഴുതാം. അതായത് ആദ്യം മാഗ്നിറ്റ്യൂഡ്, അതാണ് മോഡുലസ് ആയിട്ട് കൊടുത്തിരിക്കും. മോഡുലസ് എ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഇൻറ്റു ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് എഴുതാം. അതിന് എ ക്യാപ്പ് കണ്ടോ, രണ്ടാമത് എഴുതിയിരിക്കുന്നത് അതാണ് എ ക്യാപ്പ്. അതിനെയാണ് യൂണിറ്റ് വെക്ടർ ഡ്രോൺ ഇൻ ഡയറക്ഷൻ ഓഫ് എ, വെക്ടർ എ എന്ന് പറയുന്നത്. വെക്ടർ എയുടെ അതേ ഡയറക്ഷനിൽ വരച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് എ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് എ ക്യാപ്പ്, എ ക്യാരറ്റ്, എ ഹാറ്റ് എന്നും പറയും. ഇറ്റ് ഈസ് റീഡ് ആസ് ക്യാപ്പ്, ക്യാരറ്റ് ഓർ ഹാറ്റ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ ഇക്വേഷൻ എഴുതിയാൽ വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് എ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു എ ക്യാപ്പ് എന്ന് എഴുതി. അപ്പോൾ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ. അതാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. അടുത്തതായിട്ട് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. നമ്മളൊരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിൻ്റ് ആണ് അല്ലേ. അതായത് എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന 3 ആക്സിസ്, 3 ലൈൻസ്, അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. 3 ആക്സിസ് നമുക്കറിയാം, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. അത് 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. ദേ ആർ മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഒ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് അത് മീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുക. ഇതിൽ നോക്കിക്കേ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്നല്ലേ. എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ് എന്ന് പറയുക. വൈ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്പ്. അതേപോലെ ഇസഡ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്പ് എന്ന് പറയുക. അപ്പോൾ ഇതിന് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഒരു വെക്ടർ എ അലോങ് എക്സ് ആക്സിസ് എങ്ങനെ എഴുതും? അതായത് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഒരു വെക്ടർ, സപ്പോസ് വെക്ടർ എ ആണെന്ന് എൻ്റെ പേരെന്ന് വിചാരിക്കുക. അതെന്താ, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? വെക്ടർ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അതിൻ്റെ ഒപ്പം ഐ ക്യാപ്പും കൂടി എഴുതും. മനസ്സിലായില്ലേ? അതായത് വെക്ടർ എ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അതിനൊപ്പം ഐ ക്യാപ്പും കൂടി എഴുതുക. ഐ ക്യാപ്പ് എന്ന് പറയുന്നതാണ് യൂണിറ്റ് വെക്ടർ അലോങ് ദി എക്സ് ആക്സിസ്. ഇനി വൈ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഒരു വെക്ടർ എ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു ജെ ക്യാപ്പ്. അതേപോലെ ഇസഡ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നതാണ് വെക്ടർ എ എങ്കിൽ എങ്ങനെ എഴുതും? വെക്ടർ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കെ ക്യാപ്പ്. അപ്പോൾ ഇത് 3ഉം ഐ, ജെ, കെ ആർ നോൺ ആസ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് കോപ്ലൈനാർ വെക്ടേഴ്സ്. കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടേഴ്സ് ലൈങ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കിക്കേ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. അപ്പോൾ എക്സ് വൈ ആക്സിസിൽ ആ പ്ലെയിൻ, അതായത് എക്സിന് വൈന് ഇടയിലുള്ള പ്ലെയിനാണ് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുക. അതിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സാണ് കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറയുക. ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ എക്സും വൈയും ആണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത് ദേ ആർ ഒരേ പ്ലെയിനിലാണ്. അപ്പോൾ ദേ ആർ നോൺ ആസ് കോപ്ലൈനാർ വെക്ടേഴ്സ്. അതേപോലെ വൈ ഇസഡ് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന 2 വെക്ടേഴ്സ് ഇവിടെ എഴുതിയിരിക്കണം, വൈയും ഇസഡും. അതും
അത് രണ്ടും കോപ്ലൈനാർ വെക്ടേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ അതേപോലെ ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന എത്ര വെക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിനെ കോപ്ലൈനാർ വെക്ടേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ റിയൽ നമ്പർ. ഒരു വെക്ടറിനെ ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ ആ തന്നിരിക്കുന്ന റിയൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ദ ഡയറക്ഷൻ ആ വെക്ടറിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ റിയൽ നമ്പർ n gives a new vector whose magnitude is n times the magnitude of the given vector and direction is same as that of the given vector. അതായത് n എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറുമായിട്ട് നമുക്ക് a എന്ന് പറയുന്ന ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന, അതായത് റിസൾട്ടൻ വെക്ടർ എന്ന് പറയുന്നത് ഒരു പുതിയ വെക്ടർ ആയിരിക്കും. ക്യാപിറ്റൽ എ വെക്ടർ എ എന്ന് എഴുതാം നമുക്ക്. ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു n ഇൻറ്റു സ്മോൾ എ വെക്ടർ. അതായത് സ്മോൾ എ, നമ്മൾ സ്മോൾ എ വെക്ടറിനെയാണ് നമുക്ക് n എന്ന് പറയുന്ന റിയൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ദെൻ വി ഗെറ്റ് എ ന്യൂ വെക്ടർ n a. മനസ്സിലായില്ലേ? അതായത് ഒരു എക്സാമ്പിൾ പറയാം. n എന്ന് പറയുന്നത് ഒരു 2 ആണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് വെക്ടർ സ്മോൾ എ അതിനെ നമുക്ക് 2 എന്നുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ കിട്ടും. അതായത് അതിൻ്റെ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനോട് കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു 2. ഇനി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആ വെക്ടർ എയുടെ അതേ ഡയറക്ഷനിലായിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് n is equal to -2 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ കിട്ടുന്ന പുതിയ വെക്ടർ ഈക്വൽ ടു -2a. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെക്ടറിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവും. ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ എ വെക്ടർ ഈക്വൽ ടു ആദ്യത്തത് എ എന്ന് പറയും. ആദ്യത്തെ ഫിഗർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇപ്പോൾ 2a എന്ന് കിട്ടും. ഇനി -2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ട വെക്ടർ എ മുകളിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ മാഗ്നിറ്റ്യൂഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡയറക്ഷൻ നെഗറ്റീവ് ആക്കുക. അതായത് നേരെ നെഗറ്റീവ് വെക്ടർ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, വെക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷൻ ആക്കുക. ഇനി 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വി ഗെറ്റ് എ നൾ വെക്ടർ. എന്താണ് നൾ വെക്ടർ? നൾ വെക്ടർ നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണല്ലേ, സീറോ വെക്ടർ. നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. ഇറ്റ് ഹാസ് നോ സെൻസ് ഓഫ് ഡയറക്ഷൻ നമ്മൾ അതിൽ പറയുന്നില്ല, സീറോ വെക്ടർ ആണല്ലോ. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്ടറാണ് നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ. നെക്സ്റ്റ് ഇസ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ആദ്യം അഡീഷൻ ഓഫ് കോലീനിയർ വെക്ടേഴ്സ് പഠിക്കാം. അതായത് ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന 2 വെക്ടേഴ്സാണെന്ന് പറഞ്ഞു അല്ലേ. ഇത് ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന 2 വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക, എയും ബിയും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് വരും? എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ആഡ് ചെയ്യുക, ഇതിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ വി ഗെറ്റ് എ റിസൾട്ടൻ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. കണ്ട എയുടെ മാഗ്നിറ്റ്യൂഡ് വരച്ചു, അതിനൊപ്പം തന്നെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇപ്പോൾ 3ഉം 4ഉം ആണെങ്കിൽ 3 + 4 അതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ സെയിം ആണല്ലോ. അതാണ് അഡീഷൻ ഓഫ് കോലീനിയർ വെക്ടേഴ്സ്. അടുത്തതായിട്ട് അഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ് പോയിൻറ്റിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന 2 വെക്ടേഴ്സ് ആഡ് ചെയ്യണത് അല്ലേ. ഇനി 2 ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ 2 വെക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പോൾ നമ്മൾ വെക്ടർ എയിന് വെക്ടർ ഒ പി, അതായത് ഒ പി എന്ന് പറയുന്ന ലൈനായിട്ട് നമ്മൾ താഴെ വീണ്ടും വരയ്ക്കുകയാണ്. ഇനി ഈ വെക്ടർ എയുടെ ഹെഡിലേക്ക് വെക്ടർ ബിയുടെ ടെയിൽ കൊണ്ടുവന്ന് വെക്കുക. അതായത് ബി എന്നുള്ള വെക്ടറിനെ നമ്മൾ പാരലായിട്ട് മൂവ് ചെയ്ത്, അതായത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ മൂവ് ചെയ്ത് ഹെഡ് ഓഫ് എയിൽ കൊണ്ടുവന്ന് വെക്കുക, ബിയുടെ ടെയിൽ.
ബിയുടെ ടെയിൽ എയുടെ ഹെഡിൽ കൊണ്ടുവന്ന് വെച്ചു. അതായത് പി എന്ന് ഒ പി എന്ന് പറയുന്ന അല്ല പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ ഫിഗറിൽ, അതിലേക്ക് വെച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഒ പി നിന്ന് വരച്ചിട്ട് പി ക്യൂയിലേക്ക് വരച്ച് ക്യു ഒ ആ ഡയറക്ഷനിലേക്കാണ് നമ്മൾ സാധാരണ മൂന്നാമത്തെ സൈഡ് വരയ്ക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഓർഡർ, അതായത് ഒ ക്യു ഡയറക്ഷൻ നോക്കി ഒ ക്യു തേർഡ് സൈഡിൻ്റെ ഡയറക്ഷൻ ഒ ക്യു എന്ന് വരച്ച് കഴിഞ്ഞാൽ അതാണ് റിസൾട്ടൻറ്റ് വെക്റ്റർ. അതാണ് ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡീഷൻ വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇഫ് ടു വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ by the two sides of a triangle taken in the same order, then the resultant of these vectors represented both in magnitude and direction by the third side of the triangle taken in the reverse order. അതായത് നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ വെക്ടർ എനെയും വെക്ടർ ബിനെയും ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ, അതായത് ഒരേ ഡയറക്ഷനിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരേ ടേക്കൺ ഇൻ ദ സെയിം ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ, അതായത് വെക്ടർ എയുടെ ശരിക്കും നമ്മൾ അങ്ങനെ വരാൻ വെക്ടർ എയുടെ ഹെഡിലേക്ക് വെക്ടർ ബിയുടെ ടെയിൽ കൊണ്ടുവന്ന് വെച്ചു അല്ലേ. ഇനി തേർഡ് സൈഡ് റെപ്രസെൻറ്റ് ദ റിസൾട്ടൻ്റ് എന്നാണ് പറയുക. റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തേർഡ് സൈഡിൻ്റെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. എങ്ങനെ? ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡറിൽ എടുക്കുക. അതായത് ഒ ക്യു വെക്ടർ ഒ ക്യു ആണ് ഇവിടെ റിസൾട്ടൻ്റ് വെക്ടറായിട്ട് വരിക. അപ്പോൾ റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡാണ്, ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഇതാണ് ട്രയാങ്കിൾ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ by the two sides of the triangle taken in the same order, then the resultant of these vectors is represented both in magnitude and direction by the third side of the triangle taken in the opposite order. ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നെക്സ്റ്റ് ഇസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്, പിയും ക്യൂവും. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, രണ്ട് വെക്ടേഴ്സും ഒരേ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് പോലെ വെക്കുക. അതായത് ഇതിൻ്റെ ക്യൂ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറാതെ നമ്മൾ ഒ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ നോക്കിയേ, വെക്ടർ പിയും വെക്ടർ ക്യൂവും ഒരേ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ നിൽക്കണത് അല്ലേ ഇവിടെ. ഇനി ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. അതായത് വെക്ടർ പിക്ക് പാരലായിട്ട് നമ്മൾ ബി സി വരയ്ക്കുക. അതേപോലെ വെക്ടർ ക്യൂവിന് പാരലായിട്ട് എ സിയും വരയ്ക്കുക. ഇനി നമുക്ക് ഒ എ എന്ന് പറയുന്ന വെക്ടർ നമ്മൾ നീട്ടി വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിട്ട് സിയിൽ നിന്ന് ഡി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒ എയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇത് ഒ എക്ക് പെർപെൻഡിക്കുലറായിട്ട് സിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, ദാറ്റ് മീറ്റ്സ് അറ്റ് ഡി. അപ്പോൾ ഇവിടെ നമുക്ക് പി ക്യൂ രണ്ട് വെക്ടേഴ്സ് കിട്ടി. പിയും ക്യൂവും ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ഫോർ റിസൾട്ടൻറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫിഗർ നോക്കിയേ, ഒ എ എന്ന് പറയും, ഒ എയും ഒ ക്യൂവും, അതായത് വെക്ടർ പിയും വെക്ടർ ക്യൂവും ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. അതേപോലെ വെക്ടർ പിയും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ ട്രയാങ്കിൾ ഒ ഡി സി കൺസിഡർ ചെയ്തേ. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി ഫ്രം ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ഡി സി ഞാൻ പറയുമ്പോൾ ഫിഗറിൽ നോക്കുക കേട്ടോ. ഫിഗർ ട്രയാങ്കിൾ എ ഡി സിയിൽ സൈൻ തീറ്റ എന്ത് വരും? ഇവിടെ നമ്മൾ പറഞ്ഞു പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ഇവിടെ തീറ്റ വരും അല്ലേ. അത് തീറ്റ എന്ന് വരുമ്പോൾ ഇവിടെ ഇതിന് പാരലൽ ലൈൻസാണ് രണ്ടും, അതേ ആംഗിളാണ് ഇവിടെയും തീറ്റ വരിക. സി എ ഡി, അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് തീറ്റ വരും അല്ലേ. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഡി സി. ഇനി ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എ ഡി സി എന്ന് പറയുന്നത് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് എ സി. അപ്പോൾ ഡി സി ബൈ എ സി വരും.
അപ്പോൾ ഇവിടെ ഡി സി ഈസ് ഈക്വൽ ടു എ സി സൈൻ തീറ്റ. ഡി സി എന്ന് പറയുന്നത് എ സി സൈൻ തീറ്റ എന്ന് വരും. ഇനി എ സിക്ക് പകരം നമുക്ക് എന്താ എഴുതാം? എ സി എന്ന് പറയുന്നത് വെക്റ്റർ ക്യൂ തന്നെ അല്ലേ? വെക്റ്റർ ക്യൂവിന് നമ്മൾ പാരലലായിട്ടാണ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ എ സി എന്ന് പറയുന്നത് വെക്റ്റർ ക്യൂ ആണ്. അപ്പോൾ ക്യൂ എഴുതി. അപ്പോൾ എ സി സൈൻ തീറ്റ എന്നുള്ളത് ക്യൂ സൈൻ തീറ്റയോ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിൻ്റെ കോസ് തീറ്റ എന്താ വരിക? കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. അപ്പോൾ ഇവിടെ എ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? എ സി കോസ് തീറ്റ. അപ്പോൾ എ സി എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ ക്യൂ കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഒ ഡി എന്ന് പറയുന്ന ലെങ്ത് നോക്കിക്കേ. ഒ ഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാമല്ലോ. ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ഒ എ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്യൂ അല്ലേ? അല്ല, വെക്റ്റർ പി അല്ലേ? പി എഴുതി. ഇനി എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ കോസ് തീറ്റ. നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. എ ഡി എന്ന് പറഞ്ഞാൽ ക്യൂ കോസ് തീറ്റ. അപ്പോൾ ഒ ഡി ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ 2ഉം 3ഉം 4ഉം നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ആണ്. ഒ സി എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് വരും. ഇനി ഒ ഡി എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ 4 എന്ന് കിട്ടും. ഒ ഡി എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. പി പ്ലസ് ക്യൂ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. പ്ലസ് ഡി സി എന്താണ്? ഡി സി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2ൽ കൊടുത്തിട്ടുണ്ട് ക്യൂ സൈൻ തീറ്റ. അപ്പോൾ ക്യൂ സൈൻ തീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ആദ്യത്തത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് എക്സ്പാൻഡ് ചെയ്യുക. പ്ലസ് ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇനി ഇവിടെ അവസാനത്തെ 2 ടേം നോക്കിയേ. ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാണ്. അതിൽ നിന്ന് ക്യൂ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി എന്താ വരിക? ബ്രാക്കറ്റിനകത്ത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ടൻ്റ് എന്ത് വരും? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടി. ആർ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കൊടുത്തു. ഇതാണ് റിസൾട്ടൻ്റ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ റിസൾട്ടൻറ്റും നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, ഡയറക്ഷൻ ഓഫ് ആറും കൂടിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഡയറക്ഷൻ ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടാൻ ആൽഫയാണ്. അതായത് വെക്റ്റർ പിയിൽ നിന്ന് എത്ര ആംഗിളിലാണ് റിസൾട്ടൻ്റ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ടാൻ ആൽഫ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡി സി ബൈ ഒ ഡി എന്ന് വരും. ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ സൈൻ തീറ്റ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഒ ഡി എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് വരും.